പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഈ കറുത്ത റോഡില് ഈ വെള്ള വരകൾ ഉണ്ടല്ലോ, ഈ വെള്ള വരകൾ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് ഡിസൈൻ ആയിട്ട് വരച്ചു വെച്ചിരിക്കുന്നതല്ല, മറിച്ച് ഇതിനൊരു നിയമമുണ്ട്. അതായത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ പ്രാധാന്യം കൊടുക്കുക എന്നൊരു സന്ദേശമാണ് ഈ വെള്ള വരകൾ പ്രേക്ഷകരോട് അല്ലെങ്കിൽ യാത്രക്കാരോട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഒരു സീബ്ര ലൈൻ അല്ലെങ്കിൽ കറുത്ത റോഡിലെ ഈ വെള്ള വരകൾ കാണുമ്പോൾ വരുന്ന വാഹനങ്ങൾ, അതായത് ക്രോസ് ചെയ്യാൻ യാത്രക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി സ്ലോ ചെയ്ത് കൊടുക്കുക എന്ന ഒരു നിയമം അല്ലെങ്കിൽ എന്ന ഒരു ട്രാഫിക് നിയമം ഈ ഒരു വരകൾക്ക് പിന്നിലുണ്ട്. നമ്മുടെ റോഡുകളൊക്കെ വളരെ തിരക്കുള്ള റോഡുകളാണ്, വാഹനങ്ങൾ ചീറി പായുന്ന റോഡുകളാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം, രാവിലെ സമയം, ഓഫീസ് സമയമൊക്കെ വലിയ രീതിയിൽ തിരക്കുള്ള സമയമാണ്. ഈ സമയത്ത് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് റോഡിലൂടെ പോകുന്നതിനോടൊപ്പം തന്നെ യാത്രക്കാര്, അതായത് വഴിയാത്രക്കാര്, അവര് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കാറുണ്ട്. പക്ഷെ എത്ര വാഹനങ്ങളാണ് ഈ സീബ്ര ലൈൻ കണ്ടാൽ ഈ ഒരു ട്രാഫിക് നിയമം അനുസരിച്ച് ഒന്ന് സ്ലോ ചെയ്യുക, അല്ലെങ്കിൽ കാൽനട യാത്രക്കാരൊന്ന് പോകട്ടെ, പോയി കഴിഞ്ഞിട്ട് അത് ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന എത്ര ഡ്രൈവർമാരുണ്ട് നമ്മുടെ കേരളത്തില്. ഇപ്പൊ തന്നെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, നേരത്തെ കണ്ട ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളിലൊന്നും ക്രോസ് ചെയ്യാൻ ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരൊറ്റ ഡ്രൈവേഴ്സ് പോലും ഈ സീബ്ര ലൈനിന്റെ അടുത്ത് നിന്നൊന്ന് വണ്ടി സ്ലോ ചെയ്യുന്നതോ അല്ലെങ്കിൽ യാത്രക്കാർ പൊക്കോട്ടെ അതിനുശേഷം ഒന്ന് വണ്ടി സ്ലോ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഡ്രൈവർമാരും നമുക്ക് നിലവിൽ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പകുതിയിലധികം ഡ്രൈവർമാരും ഇത്തരത്തിൽ ചെറിയ ഇപ്പോ സീബ്ര ലൈൻ, വലിയ ട്രാഫിക് നിയമങ്ങളുണ്ടല്ലോ, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, ഓവർടേക്ക് ചെയ്യരുത്, അത് മാത്രമല്ല അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിക്കരുത്, ഇങ്ങനത്തുള്ള വലിയ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കുന്നുണ്ടല്ലോ, മറിച്ച് ഇങ്ങനത്തെ ചെറിയ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ ട്രാഫിക് നിയമങ്ങൾ പോലും നമുക്ക് പാലിക്കാനുള്ളതാണ് എന്ന് പലരും ഓർക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ തിരക്കായ സമയത്ത് തന്നെ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് നോക്കുകയാണെങ്കിൽ, അതായത് എത്ര വാഹനങ്ങൾ ഈ ഒരു സീബ്ര ലൈനിന്റെ അവിടെ നിന്ന് നമ്മൾ ക്രോസ് ചെയ്യാൻ ഒരാൾ നിൽക്കുമ്പോൾ എത്ര വാഹനങ്ങൾ സ്ലോ ഇപ്പൊ തന്നെ നമുക്ക് കാണാവുന്നതാണ്. വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞു പോവുകയാണ്, ക്രോസ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എത്ര വാഹനങ്ങളാണ് ഈ സീബ്ര ലൈൻ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യാമെന്നെങ്കിലും വിചാരിക്കുന്നത്. ഒരു വാഹനങ്ങൾ പോലും അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ക്രോസ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് സ്ലോ ചെയ്യുക, അത് ദൂരെ നിന്ന് കണ്ടാൽ പോലും പാഞ്ഞു വരിക എന്നൊരു കാര്യമാണ് ഇവരുടെ ഭാഗത്തുള്ളത്. അപ്പോൾ ചെറിയ നിസ്സാര നിയമമാണെന്ന് വിചാരിക്കും, പക്ഷേ റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്ന, നിരത്തിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നവർ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളിൽ ഒരു നിയമം തന്നെയാണ് സീബ്ര ലൈൻ കാണുമ്പോൾ ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വണ്ടി സ്ലോ ചെയ്യുക എന്നത് തീർത്തും പാലിക്കപ്പെടേണ്ട നിയമം തന്നെയാണ്. ചെറിയ നിയമം എന്ന് വിചാരിച്ച് കാറ്റിൽ പറത്തി വിടും. പക്ഷേ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ നമ്മളറിയാം, ഒരുപാട് റോഡ് അപകടങ്ങൾ ഇപ്പോൾ CCTVയുടെ ഒക്കെ കാലമാണ്. അപ്പോൾ തന്നെ ഈ മീഡിയയിലെ കൂടി ഒരുപാട് CCTV ദൃശ്യങ്ങൾ, അപകടങ്ങൾ, CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂടുതലും റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ വളരെ വേഗത്തിൽ വാഹനങ്ങൾ വരുന്നത് അതിനൊരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. വളരെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് റോഡിൽ ജീവൻ പൊലിഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇങ്ങനത്തുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ ഒരു പരിധി വരെ നമുക്ക് അതിനെയൊക്കെ മറികടക്കാനാകും, മാറ്റി നിർത്താനാകും. അപ്പോൾ റോഡ് നിയമങ്ങൾ എല്ലാം ഒരുപോലെയാണ്. അത് ചെറിയ നിയമമെന്നോ വലിയ നിയമമൊന്നുമില്ല, എല്ലാ നിയമങ്ങളും ഒരുപോലെ തന്നെയാണ്. എല്ലാ നിയമങ്ങളും നമുക്ക് പാലിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടി വേണമെങ്കിൽ പ്രേക്ഷകർക്ക് കാണാം. വളരെ തിരക്കുള്ള സമയത്ത് പോലും ഇത്തരത്തിലുള്ള ചെറിയ ലംഘനങ്ങൾ നടക്കുന്നു എന്നത് വളരെ ഗൗരവകരമായിട്ട് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് ഓരോ പൗരന്റെ അവകാശമാണ്. സിവിക് സെൻസ് എന്ന് പറയുന്ന പൗരബോധം, പൗരന്റെ അതായത് സിവിക് സെൻസോടെ പെരുമാറുക എന്നതൊക്കെ നമ്മുടെ പൗരബോധത്തിലുള്ളതാണ്. അതൊക്കെ പാലിക്കുന്നത് റോഡിൽ ഇറങ്ങുമ്പോൾ, വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ചില സിവിക് സെൻസുകളുണ്ട്, അല്ലെങ്കിൽ പൗരബോധം കാണിക്കേണ്ടതുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുന്നതും അമിത വേഗത്തിൽ വാഹനം പായിക്കാതിരിക്കുന്നതും മാത്രമല്ല റോഡ് നിയമം എന്ന് ഓർത്തിരിക്കുക. ഇത്തരത്തിൽ ഈ ഒരു വെള്ള ലൈൻ കണ്ടാൽ, അതായത് റോഡിലെ ഈ വെള്ള ലൈൻ കണ്ടാൽ
വാഹനം ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്താൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ക്രോസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന സാഹചര്യമൊക്കെ അതിനൊരു അന്തിമമാകും. പലപ്പോഴും സ്ഥിരം യാത്ര ചെയ്യുന്ന പല കാൽനട യാത്രക്കാരെ ഒരു പരാതിയാണ് റോഡ് ക്രോസ് ചെയ്യാൻ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ട അവസ്ഥ പലർക്കുമുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ വാർത്ത പറയുന്നത് ഞാൻ തന്നെ മണിക്കൂറുകളൊന്നുമില്ല എങ്കിൽ പോലും ഒരു 10-15 മിനിറ്റ് എങ്കിലും ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതൊരു രാവിലെയും വൈകുന്നേരവുമാണ് ഇത്തരത്തിലുള്ള സംഭവം. അതായത് ഒരുപാട് നേരം റോഡ് ക്രോസ് ചെയ്യാൻ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിന് ഒരു അന്തിമം കുറിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, അതായത് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന എല്ലാവരും ഈ സീബ്ര ലൈൻ കണ്ടാൽ അല്പം ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക.